ശോഭാ സുരേന്ദ്രന്റെ വീടിന് പരിസരത്ത് ഗുണ്ടെറിഞ്ഞ 3 പേർ പിടിയിൽ. പ്രദേശവാസിയായ യുവാവിന്റെ സുഹൃത്തുക്കളാണ് ഗുണ്ടെറിഞ്ഞത്. ഇവർക്ക് മറ്റു ദുരുദ്ദേശങ്ങളില്ലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ ചേരുന്നു. ലെവിൻ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികളെ ചോദ്യം ചെയ്തു വരികയായിരുന്നല്ലോ. അത്തരത്തിലൊരു ആക്രമണത്തിനുള്ള കാരണം എന്തൊക്കെയാണെന്നാണ് പ്രതികൾ പറയുന്നത്? അഞ്ജലി, ഇതൊരു ആക്രമണമല്ല. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ച വിവരം, അതായത് ശോഭാ സുരേന്ദ്രന്റെ വീടിന് മുന്നിലെ നേരെ അയൽവാസിയായിട്ടുള്ള വീട്ടിലേക്ക് വിരുന്നിനെത്തിയവരാണ് ഈ പിടിയിലായ 3 ആളുകളും. ഈ വീട്ടിലെ അംഗമായ യുവാവിന്റെ സുഹൃത്തുക്കളാണ് ഇവരെല്ലാവരും. ഈ വീട്ടിലെത്തി ഭക്ഷണം കഴിച്ച് മടങ്ങുന്നതിനിടെ അവിടെ സൂക്ഷിച്ചിരുന്ന ഒരു ഗുണ്ട് അവിടെ വെച്ച് പൊട്ടിക്കുകയായിരുന്നു. യാദൃച്ഛികവശാൽ അത് ശോഭാ സുരേന്ദ്രന്റെ വീടിന്റെ മുൻവശമായി പോയി എന്നുള്ളതാണ്. പിന്നീട് അത് ഒരു തരത്തിലുള്ള ആക്രമണമാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും അല്ലെങ്കിൽ പ്രതികരണങ്ങളും ഒക്കെ ശോഭാ സുരേന്ദ്രന്റെ അടക്കമുള്ള ഭാഗത്തു നിന്ന് ഉണ്ടാവുകയായിരുന്നു. പോലീസ് അക്കാര്യത്തിൽ ഉള്ള ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ യുവാക്കളെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബോധപൂർവം ഒരു ആക്രമണമോ ഒരു പ്രലോഭനമോ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഇടപെടൽ യുവാക്കളുടെ ഭാഗത്തുനിന്ന് വൃത്തങ്ങളും ശോഭാ സുരേന്ദ്രനും ഒക്കെ ആരോപിച്ചതുപോലെ ഒരു വലിയ ഒരു പ്രകോപനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സ്ഫോടനമല്ലായിരുന്നു ഇതെന്നുള്ളത് തന്നെയാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ. മറ്റ് യുവാക്കളുടെ ഐഡന്റിറ്റി അടക്കമുള്ള കാര്യങ്ങൾ ഇത്തരമൊരു വിഷയത്തിൽ പുറത്തു വിടേണ്ട എന്നുള്ളൊരു തീരുമാനമാണ് പോലീസിനും മറ്റുമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിൽ കേസെടുക്കുകയോ ഈ ആളുകളെ പ്രതി ചേർക്കുകയോ ചെയ്താൽ മാത്രമേ നമുക്കും അവരുടെ വിവരങ്ങളും പേരുകളും നമുക്ക് നൽകാനാവുകയുള്ളൂ. ഏതായാലും നിലവിൽ പോലീസ് പറയുന്ന പ്രകാരം ഇതൊരു ആക്രമണമല്ല, ഒരു പ്രകോപനം ഉണ്ടാക്കാനുള്ള നീക്കമല്ല. അവിടെ എത്തിയ യുവാക്കൾ, അവിടെ ഉണ്ടായിരുന്ന ഒരു പടക്കം പൊട്ടിച്ച സംഭവം മാത്രമാണ് ഇത്. ശോഭാ സുരേന്ദ്രന്റെ വീടിന് മുൻവശത്തായി പോയി ഇത് സംഭവിച്ചത് എന്നുള്ളതാണ് പോലീസ്. ശരി ലെവിൻ, വ്യക്തമാണ്. ശോഭാ സുരേന്ദ്രന്റെ വീടിന് പരിസരത്ത് ഗുണ്ടെറിഞ്ഞ 3 പേർ പിടിയിലായിരിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് ലെവിൻ കെ വിജയനാണ്.